ഇന്ന് നമുക്ക് ഊട്ടിയിലെ ഗ്രാമങ്ങളിലൂടെ ഒരു യാത്ര പോയാലോ? അതും ഈ നവംബർ മാസത്തില് എങ്ങനെയുണ്ടാവും? അതും നല്ല തണുപ്പത്ത്, അതും ബൈക്കില്. അങ്ങനെ ഒരു യാത്രയാണ് കേട്ടോ ഇത്. ഞങ്ങള് കൊണ്ടോട്ടിയിൽ നിന്നാണ് സ്റ്റാർട്ടായത്. പക്ഷെ ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങിയത് നിലമ്പൂർ നാടുകാണി ചുരമൊക്കെ എത്തിയപ്പോഴാട്ടോ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. ഒരുപാട് നല്ല നല്ല കാഴ്ചകളും ഒരുപാട് തേയിലത്തോട്ടങ്ങളും ഒക്കെ നടുവിലൂടെയുള്ളൊരു യാത്ര തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയ സമയത്താണ് ദേവഹട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തിനെ കുറിച്ച് ഞങ്ങളിങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു റീൽസൊക്കെ. അങ്ങനെ അവിടേക്ക് ഒന്ന് കയറി നോക്കാം, എന്താ അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടേക്ക് ഒന്ന് കയറി നോക്കി. അടിപൊളിയായിരുന്നു കേട്ടോ അവിടുത്തെ വ്യൂസൊക്കെ. വളരെ ഭംഗിയായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു അത്. മസ്റ്റായിട്ട് നമ്മൾ വിസിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ പിന്നീട് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഊട്ടീൻ്റെ ഒരു ടൗൺ ഏരിയകളും അങ്ങനെ സാധാരണ ഊട്ടീൻ്റെ ഒരു ടൗൺ ഏരിയയിലൂടെ പോകാൻ വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ കോടനാട് പോവാൻ പ്ലാനിട്ട്. പക്ഷേ സമയത്തിൻ്റെ പരിമിതി കാരണം വൈകുന്നേരം ആവും തോറും തണുപ്പ് കൂടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടുന്ന് തീരുമാനം മാറ്റി. അങ്ങനെ അവിടുന്ന് പിന്നീട് ദൊഡ്ഡാപേട്ടയിലെത്തി. അങ്ങനെ അവിടെ ഒരുപാട് സ്ട്രീറ്റിൽ നിന്ന് ഒരുപാട് സ്ട്രീറ്റ് ഫുഡുകൾ, ചായ, അതേപോലെ നല്ല വെതറായിരുന്നു. നൂൽമഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ. നല്ല അടിപൊളി വെതറായിരുന്നു. പിന്നീടാണ് ട്വിസ്റ്റ് ഉണ്ടായത്. നമുക്ക് കല്ലട്ടി പോയി മസനഗുഡി റൂട്ടിന് ഇങ്ങനെ തിരിക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ആ പോകുന്നത് റിയലായിട്ട് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. കാരണം ഗ്രാമങ്ങളിലൂടെ ഊട്ടി ഗ്രാമങ്ങളിലൂടെയായിരുന്നു ഞങ്ങൾ പോയിരുന്നത്. ഒരുപാട് ഭംഗിയുള്ള സ്ഥലങ്ങളും ഒരുപാട് അത് മസ്റ്റായിട്ട് നമ്മൾ ആരും പോയാലും ഇതുവരെ അങ്ങനെ ഒരു സ്ഥലം കണ്ടിട്ടില്ല. അത്രയ്ക്കും ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. കാരണം അങ്ങനെ റോഡായാലും നല്ല നല്ല റോഡാണ്. അതേപോലെ തന്നെ വെതറും നല്ല ഇപ്പോഴത്തെ അറിയാലോ തണുപ്പാണ്, അവിടുത്തെ കാലാവസ്ഥ ആണെങ്കിലും ഒക്കെ അടിപൊളിയായിരുന്നു. അവിടെ ഗ്രാമങ്ങൾ ഒരുപാട് കൃഷികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ അതേപോലെ ബീട്രൂട്ട്, ക്യാരറ്റ്, അതുപോലത്തെ ഉള്ള റൂട്ട് വെജിറ്റബിൾസ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരുപാട് ഇത് നടക്കുന്നുണ്ട്. ഒരുപാട് അങ്ങനെ റോഡായാലും നമ്മൾക്ക് നല്ല റോഡാകുമ്പോൾ നല്ലതാണല്ലോ. അതുപോലെ തന്നെ തണുപ്പാണെങ്കിലും ഭയങ്കരമായിട്ടൊന്നുമില്ല. കയറ്റവും ഇറക്കമൊക്കെ കണ്ട് ഒരുപാട് ചുറ്റി വളയണം കേട്ടോ അങ്ങോട്ട് എത്തണമെങ്കിൽ. ഈ കല്ലട്ടിയിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് ചുറ്റി വളഞ്ഞിട്ടാണ് നമ്മൾ ഈ മസനഗുഡി വഴി നമുക്ക് തിരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മൾ മസ്റ്റായിട്ട് പോകണം. കാരണം ഒരുപാട് ഉണ്ടെങ്കിലും ഒരുപാട് നമ്മളെപ്പോഴും കാണുന്ന ആ ഒരു ഊട്ടിൻ്റെ ആ ഒരു വൈബല്ല തീർച്ചയായിട്ടും ഇവിടെ ഉള്ളത്. അത്രയ്ക്കും അടിപൊളി.